മദ്രാസ് മ്യൂസിക് അക്കാഡമിയുടെ ഈ വർഷത്തെ സംഗീത കലാനിധി പുരസ്കാരം അവർ ടി.എം. കൃഷ്ണ എന്ന ഗായകന് കൊടുക്കാൻ തീരുമാനിച്ചു. അത് വലിയ വിവാദമായി. ഒരുപാട് പാട്ടുകാർ, ഗായകർ അവരിതിൽ പ്രതിഷേധിച്ചു. ചിലരൊക്കെ അവാർഡ് തിരിച്ചു കൊടുത്തു. നേരത്തെ കിട്ടിയ സംഗീത കലാനിധി അവാർഡ് തിരിച്ചേൽപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അതിൽ പ്രശസ്ത സംഗീതജ്ഞനായ രഞ്ജിനി, ഗായത്രി, ട്രിച്ചൂർ ബ്രദേഴ്സ് ഇതുപോലെയുള്ള വലിയ വലിയ ഗായകരാണ് ഇതിൽ പ്രതിഷേധിക്കുന്നത്. എന്താ ഈ മദ്രാസ് മ്യൂസിക് അക്കാഡമിക്കുള്ള പ്രാധാന്യം? ഇത് പഴയ ഒരു കലാസ്ഥാപനമാണ്. അതൊരു 10-20 കുടുംബക്കാരുടെയാണ്, സർക്കാരിൻ്റെ ഒന്നുമല്ല, കുടുംബക്കാരുടെയാണ്. ഈ കുടുംബക്കാർ പണ്ടേ വലിയ പണക്കാരാണ്. അവർ കർണാടക സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. സംഗീത സഭ ഒക്കെ നടക്കുമായിരുന്നു, ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നീട് വേറെ ഒരുപാട് സംഗീത സഭകൾ ചെന്നൈയിലുണ്ടായി. അങ്ങനെ മദ്രാസ് എന്ന ചെന്നൈ കർണാടക സംഗീതത്തിൻ്റെ ഒരു ആസ്ഥാനമായിട്ട് മാറി. നമ്മളുടെ ഡോക്ടർ ബാലമുരളീകൃഷ്ണ പോലും വിജയവാഡയിൽ നിന്ന് ചെന്നൈയിൽ വന്ന് പാടിയാണ് അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുന്നത്. ഒരു കർണാടക സംഗീതത്തിലെ തൻ്റെ മികവ് തെളിയിക്കണമെങ്കിൽ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ വന്ന് പാടി തെളിയിക്കണം എന്നുള്ള ഒരു അവസ്ഥ സ്വാഭാവികമായിട്ട് സംജാതമായ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ നമ്മൾ കച്ചേരി അവതരിപ്പിക്കുക. അങ്ങനെ പലതവണ മദ്രാസിനും വിജയവാഡയ്ക്കും ഇടയ്ക്ക് യാത്ര ചെയ്തിട്ട് മദ്രാസിനും വിജയവാഡയ്ക്കും ഇടയ്ക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ എല്ലാം പേര് മദ്രാസിൽ നിന്ന് വിജയവാഡ വരെയും ബാലമുരളീകൃഷ്ണ പറയുമായിരുന്നു. തിരിച്ച് വിജയവാഡയിൽ നിന്നും മദ്രാസ് വരെയുള്ളതും ഓർഡർ തെറ്റാതെ അദ്ദേഹം പറയുമായിരുന്നു. കാരണം അദ്ദേഹം അത്രയധികം മദ്രാസിൽ നിന്ന് വിജയവാഡയ്ക്കും തിരിച്ചും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത്, ഈ ടി.എം. കൃഷ്ണ എന്ന പാട്ടുകാരൻ, അയാൾക്കൊരു 47-48 വയസ്സാണ് ഉള്ളത്. ഒരുപാട് സംസാരിക്കും, അദ്ദേഹത്തിൻ്റേത് അല്ലാത്ത വിഷയങ്ങളിലുമൊക്കെ സംസാരിക്കും. പൊതുപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും. കാലം കുറേയായി. അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ബ്രാഹ്മിൻസാണ്, ബ്രാഹ്മണർ. യഥാർത്ഥ അർത്ഥത്തിലുള്ള ബ്രാഹ്മണരല്ല കേട്ടോ, നമ്മളിപ്പോൾ ഈ ജാതി കണക്കിൽ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അവരെയാണ് ഈ ടി.എം. കൃഷ്ണ ടാർഗറ്റ് ചെയ്യുന്നത്. ടി.എം. കൃഷ്ണ സ്വയം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ തന്നെ ബ്രാഹ്മണനെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ ബ്രാഹ്മണന് ഒരു മതിപ്പ് കിട്ടുന്നത്. അപ്പോൾ അതിന് കൂടെ കൈയടിക്കാൻ ആൾ വെക്കുള്ളൂ. 10 പേരെ ചീത്ത പറയുമ്പോൾ അത് കേൾക്കാനൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ ഈ ടി.എം. കൃഷ്ണ നാട്ടുകാരെ മുഴുവൻ ചീത്ത വിളിക്കാൻ തുടങ്ങി. മൈലാപ്പൂർ മാമ, മാമി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിൽ ലേഖനമൊക്കെ എഴുതുക, അങ്ങനെയൊക്കെ കാര്യം. മൈലാപ്പൂർ പട്ടർ എന്ന് നമ്മൾ പണ്ട് CP രാമസ്വാമിയെയൊക്കെ വിളിച്ചിരുന്നു. പരിഹസിച്ചുള്ള വാക്കാണത്. അത് ഇദ്ദേഹം പരസ്യമായിട്ട് എഴുതി പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. പിന്നെ അദ്ദേഹം വലിയൊരു കണ്ടുപിടുത്തം നടത്തി. മൃദംഗത്തിൻ്റെ 2 വശത്തുള്ള തൊകൽ അത് പശുവിൻ്റെ തൊകലാണെന്നും പശുവിൻ്റെ തോൽ ഉപയോഗിച്ചാൽ മാത്രമേ മൃദംഗത്തിൻ്റെ ആ ശബ്ദം വരുള്ളൂ എന്നും ഒക്കെ ഇദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് ബ്രാഹ്മണരെ വെല്ലുവിളിച്ചു. നിങ്ങൾ വായിക്കുന്ന മൃദംഗം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? സാധിക്കില്ല. നിങ്ങൾക്ക് പശുവിനെ കൊല്ലാൻ കഴിയില്ല, അതിൻ്റെ മാംസം കളയാൻ പറ്റില്ല, ചോര കളയാൻ പറ്റില്ല, എന്നിട്ടത് തുകലാക്കി മാറ്റാൻ പറ്റില്ല, അത് പ്രോസസ്സ് ചെയ്ത് മൃദംഗമാക്കാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്യുന്നവൻ ദളിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേയൊക്കെ ന്യായമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തുകല ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് വെച്ചിട്ട് നോക്കും, തമിഴ്നാട്ടിൽ 1% പോലും വരുന്നില്ല ഈ ബ്രാഹ്മണർ. എന്തുപദ്രവം അവരാർക്ക് ചെയ്തു എന്നാണ് ഈ ടി.എം. കൃഷ്ണയുടെ പരാതി. കർണാടക സംഗീതം അവർക്ക് നിഷേധിക്കപ്പെട്ടു. ആര് നിഷേധിച്ചു? കർണാടക സംഗീതം പഠിക്കാൻ വല്ല തടസ്സമുണ്ടോ? യേശുദാസ് എന്താ ബ്രാഹ്മണനായിരുന്നു? നെയ്യാറ്റിൻകര വാസുദേവൻ ബ്രാഹ്മണനായിരുന്നു. പത്മശ്രീയൊക്കെ കിട്ടിയ ആളാണ് നെയ്യാറ്റിൻകര വാസുദേവൻ. അദ്ദേഹം മരിച്ചുപോയി. ഇങ്ങനെ എത്രയോ പേർ തമിഴ്നാട്ടിലുണ്ട്. സീർകാഴി ഗോവിന്ദരാജൻ ബ്രാഹ്മണനായിരുന്നില്ല. എത്ര പാട്ടുകാരങ്ങനെയുണ്ട്. ഒരുപക്ഷെ ബ്രാഹ്മണരുടെ എണ്ണം അതിൽ കൂടുതലായിരിക്കാം. ഇതിന് ഒരു
കുടുംബ പാരമ്പര്യവും പശ്ചാത്തലവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അച്ഛൻ പാട്ടുകാരനാണെങ്കിൽ മകൻ പാട്ടുകാരനാകും. അങ്ങനെ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസ് പാട്ടുകാരനായി. അദ്ദേഹത്തിനൊരു അഡ്വാൻറ്റേജ് കിട്ടി. അതിലിപ്പോൾ നമുക്ക് മറ്റൊരാളിനെ തള്ളി മാറ്റി എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയാണല്ലോ അച്ഛൻ്റെ ഗുണം മക്കൾക്കുണ്ടാകും. ചിലപ്പോൾ അത് കൂടും, ചിലപ്പോൾ കുറയും, ചിലർക്ക് ഇല്ലാതെയും പോകും. സുജാതയുടെ മകളാണ് ശ്വേത. ശ്വേതയും നല്ലൊരു പാട്ടുകാരിയായി. ഒരുപക്ഷെ സുജാതയെപ്പോലെയോ അതിനേക്കാൾ അധികമായിട്ട് പാടും. അപ്പോൾ ഇങ്ങനെ കുടുംബം പാരമ്പര്യം ഒക്കെ വെച്ചിട്ട് അവർക്കൊരു അഡ്വാൻറ്റേജ് അത് കിട്ടുന്നുണ്ടാവാം. ചെറുപ്പം മുതലൊക്കെ ട്രെയിനിങ് ഒക്കെ കിട്ടി. ഞാനോ നിങ്ങളോ ഒക്കെയാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് സംഗീത പാരമ്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം, കുറേ കൂടെ എഫർട്ട് എടുക്കണം. ഇതൊക്കെ ഉള്ളത് ഇതാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. പരമ്പരാഗതമായിട്ട് അവരുടെ ജീൻസിലൂടെ അവർക്ക് കൈമാറി കിട്ടുന്ന സംഗീതം. അത് നമുക്കില്ലെങ്കിൽ നമ്മൾ അവരോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ്? എനിക്കിത് മനസ്സിലായില്ല. ടി.എം. കൃഷ്ണയുടെ പരാതി ഇങ്ങനെയാണ്. മുക്കുവന്മാരെ കൊണ്ട് കർണാടക സംഗീതം പാടിച്ചു. ആര്? ടി.എം. കൃഷ്ണ ഇവിടെ കടപ്പുറത്ത് പോയി മുക്കുവന്മാരുടെ ഇടയ്ക്ക് കച്ചേരി നടത്തി തിരിച്ചു. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഈ ബ്രാഹ്മണ വിരോധം, എല്ലായിടത്തും ബ്രാഹ്മണരാണ് ഇതിന് ഉത്തരവാദികളെന്ന് പറയുക. ഏറ്റവും രസം, കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ ടി.എം. കൃഷ്ണ ശാപ്പാട് കഴിക്കുന്നത് കർണാടക സംഗീതം വെച്ചിട്ടാണ്. ഈ വലിയ വാചകമൊക്കെ അടിച്ച് ഫ്ലൈറ്റിലൊക്കെ കയറി നടക്കുന്നത് കർണാടക സംഗീതം. ത്യാഗരാജൻ്റെ കൃതികൾ മുഴുവൻ രാമനെ പ്രകീർത്തിക്കുന്നതാണ്. ആ രാമക്ഷേത്രത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇദ്ദേഹം രാമനെയും കുത്തി പ്രസംഗിച്ചു. ഒരു നന്ദികേട് വേണമല്ലോ മനുഷ്യന്. എം.എസ്. സുബ്ബലക്ഷ്മി ദേവദാസിയായിരുന്നു, വ്യഭിചാരിണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി അവർ ബ്രാഹ്മണ സ്ത്രീയായിട്ട് അഭിനയിച്ച് അങ്ങനെ പാട്ടുപാടി. മൈ ഗോഡ്, എന്തൊരു വൃത്തികേടാണോ ചോദിച്ചത്. എന്നിട്ടും ആൾക്കാരെല്ലാം എന്തെങ്കിലും കഴിവേറി പോട്ടെ എന്ന് വിചാരിച്ച് ഇയാൾ കാണിക്കുന്ന കോപ്രായത്തിന് സംഗീതത്തിൻ്റെ പേര്. പുള്ളിയുടെ ഒരു തിയറി എന്താണെന്നറിയാമോ? സാഹിത്യം അപ്രസക്തമാണ്. ത്യാഗരാജൻ സാഹിത്യം എഴുതിയത് സ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ട് അതിന് ചേർന്ന കുറച്ച് വാക്കുകളങ്ങ് ഇട്ടു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം വാക്കുകളിലാണ് രാമഭക്തി. ഇത് ഈ ടി.എം. കൃഷ്ണയ്ക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് വാക്കുകൾ അപ്രസക്തമാണെന്നും വാക്കുകൾ മുറിക്കണമെന്നും. ടി.എം. കൃഷ്ണയുടെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. വാക്കുകൾ മുറിച്ച് വേണം പാടാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ നഗുമോ ഗനലേനി അങ്ങനെ ബ്രേക്ക് ചെയ്യണം. അല്ലാതെ യേശുദാസൊക്കെ പാടുന്ന പോലെ നഗുമോ ഗനലേ അങ്ങനെ പോകാൻ പാടില്ല. അതല്ല ചെയ്യേണ്ടത്, അത് മുറിക്കണം. മുറിക്കുമ്പോൾ ഈ വാക്കുകൾക്ക് അർത്ഥമില്ലാതെ ആകും. പല സ്ഥലത്തും അർത്ഥം കിട്ടില്ല, അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകരുത്. അപ്പോൾ തെലുങ്കന്മാരെല്ലാം കൂടെ ബഹളം തുടങ്ങി. അവർ പറഞ്ഞു തെലുങ്ക് ഭാഷ ഈ മാന്യൻ അപമാനിക്കുന്നതാണ്, ഇയാൾക്ക് ഭാഷ അറിയില്ല, ഇതിങ്ങനെയല്ല മുറിക്കേണ്ടത്, ഇത് മുറിക്കാൻ പാടില്ല, മുറിച്ചല്ല പാടേണ്ടത്, പാടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. ജനഗണമന കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ മുറിക്കും അല്ലേ? ജന ഗണ മന പാട് മന മന ഇങ്ങനെ ആവർത്തിക്കും. ഇത് നമ്പൂരിയുടെ മനയല്ല, ജനഗണമനയാണ്. പിന്നെ ഇത് കൂട്ടി യോജിപ്പിക്കും. ഇപ്പം ഇദ്ദേഹം പറയുന്നത് ഈ LKGയിൽ ചെയ്യുന്ന പോലെ ഇത് മുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഭോഷ്കൊക്കെ കണ്ട് പിന്നെയും പോട്ടെ എന്ന് വെച്ചു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ പൊളിറ്റിക്സ്, സംഗീത കലാനിധി അവാർഡ്. പാട്ടുകാരൻ്റെ പാട്ട് നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ന്യായം. ഈ തൊരപ്പന്മാരുടെ ന്യായം ഇങ്ങനെയാണ്. പാട്ട് പാടാൻ അറിയാമെങ്കിൽ പിന്നെ അയാൾ പറയുന്നതെല്ലാം നമ്മൾ കേട്ടോളാം എന്നാണ് ന്യായം. ഇതെങ്ങനെ സമ്മതിക്കും? ഇതുകൊണ്ടാണ് ഈ യേശുദാസിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം വേറൊരു വിഷയത്തിൽ കയറി അഭിപ്രായം പറയുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യാറില്ല. പാട്ട് പാടും, പാട്ടിനെ പറ്റി സംസാരിക്കും. കാരണം അദ്ദേഹത്തിനറിയാം മറ്റ് വിഷയങ്ങൾ എൻ്റെ വിഷയങ്ങളല്ല. ഈ ടി.എം. കൃഷ്ണയ്ക്ക് സമാജ സേവനം ചെയ്യണം, ദളിതന്മാരെ ഉദ്ധരിക്കണം. പോയി ഉദ്ധരിച്ചോ. നിങ്ങൾ വേറൊരു കമ്മ്യൂണിറ്റിയെ എന്തിന് ചീത്ത പറയുന്നു? എന്തെല്ലാം ചീത്ത. എം.എസ്. സുബ്ബലക്ഷ്മിയെ പറ്റി പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യന് അയാളുടെ സംഗീതം ശരിയാണെങ്കിൽ പോലും പല കച്ചേരികളിലും സാമാന്യം തെറ്റില്ലാതെ പെർഫോം ചെയ്യും കേട്ടോ. എന്നാൽ പോലും സംഗീത കലാനിധി അവാർഡ് കൊടുക്കാൻ പാടില്ല. ഒരു സാമൂഹ്യ വിരുദ്ധന്
സംഗീതത്തിൻ്റെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ? അയാൾ എത്ര നന്നായിട്ട് പാടിയാലും. ഇനി TM കൃഷ്ണയല്ല, സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭഗവതരാണെങ്കിലും ആൾ സാമൂഹ്യ വിരുദ്ധനാണെങ്കിലും ആണെങ്കിൽ അവാർഡ് കൊടുക്കാൻ പാടില്ല. അത് തെറ്റായ സന്ദേശം കൊടുക്കും. ബ്രാഹ്മണർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അവർ 1% പോയത് അവരുടെ കുറ്റമൊന്നുമല്ല. അതിൽ പിറന്നവൻ തന്നെ അതിന് തുരപ്പൻ വയ്ക്കുന്ന, അവർ ചെയ്യാത്ത കുറ്റങ്ങൾ മുഴുവൻ അവരുടെ തലയിൽ ഇയാൾ ചുമത്തുന്നു. ഇതെന്ത് കാര്യം, എന്ത് ന്യായം? എന്നിട്ട് അയാളുടെ കൂടെ നിൽക്കാൻ ഇപ്പോൾ DMK ഉണ്ട്. DMK അപ്പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് BJP ഇപ്പുറത്ത് വന്നു. BJP ഈ ബഹിഷ്കരിച്ച സംഗീതജ്ഞരെ എല്ലാം BJP അഭിനന്ദിച്ചു. ഇങ്ങനെ പ്രശ്നം രാഷ്ട്രീയമായി. ഇതായിരുന്നു TM കൃഷ്ണയ്ക്ക് വേണ്ടത്. ഒരു കച്ചറയുണ്ടാക്കുക, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് താനായിരിക്കുക. ഇതിൽ കവിഞ്ഞുള്ള ഈ ബബിൾ, ഈ മനുഷ്യൻ ഒരു 3 ആഴ്ച മുമ്പ് കോഴിക്കോട് വന്നിരുന്നു. DC ബുക്സിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അതിന് വന്നു. വിക്കു വിനായക് റാം, നമ്മുടെ ഘടം വിദ്വാൻ, അദ്ദേഹത്തെയും കൊണ്ടുവന്നു. എന്നിട്ട് ഒരു ഡയലോഗാണ് ഈ TM കൃഷ്ണയും വിക്കു വിനായക് റാം. വിക്കു വിനായക് റാം ദൈവീകം എന്നൊരു വാക്കുച്ചരിച്ചാൽ ഇയാൾ തർജ്ജമ ചെയ്യില്ല. നിങ്ങൾ നോക്കുക, അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു സ്ഥലത്ത് മാത്രം തുടക്കത്തിൽ വിക്കു വിനായക് റാം പറഞ്ഞു അത് ദൈവം തോന്നിച്ചതാണ് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ തർജ്ജമയാണ്, ഹി സേസ് ഗോഡ് ഹെൽപ്പ് ഹിം ബൈ ഗിവിങ് എ ഗ്രാമി അവാർഡ്. എന്നുവെച്ചാൽ ഗ്രാമി അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിക്കു വിനായക് റാം പ്രാർത്ഥിച്ചത് എന്നുള്ള അർത്ഥം. അത് കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ സീക്വൻസിലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ കള്ളത്തരം. പിന്നീട് മുഴുവൻ വിക്കു വിനായക് റാം ദൈവത്തെപ്പറ്റി, ആധ്യാത്മികതയെപ്പറ്റി, ആത്മീയതയെപ്പറ്റി ഒക്കെ പറയുന്നത് ഇദ്ദേഹം തർജ്ജമ ചെയ്യുന്നില്ല. ഒടുവിൽ ഒരു രക്ഷയുമില്ല. വിക്കു വിനായക് റാം ആണെങ്കിൽ നെറ്റി മുഴുവൻ ഭസ്മം പൂശി പിന്നെ കുങ്കുമക്കുറിയൊക്കെ ഇട്ടിട്ടാണ് വിക്കു വിനായക് റാം. വളരെ പ്രായമായി അദ്ദേഹത്തിന് തമിഴ് മാത്രമേ അറിയൂ. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി കിട്ടിയ ആളാണ് വിക്കു വിനായക് റാം. അദ്ദേഹത്തിൻ്റെ തമിഴ് തർജ്ജമ ചെയ്താണ് ഈ കളഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ തരികടയെല്ലാം കാണിക്കുന്നു. ഒടുവിൽ വിക്കു വിനായക് റാം പറഞ്ഞു, ഞാനൊരിക്കൽ കാഞ്ചി ശങ്കരാചാര്യരുടെ മുമ്പിൽ ഘടം വായിച്ച് അദ്ദേഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. മതിയെന്ന് പറയുന്നില്ല, നിർത്താൻ പറയുന്നില്ല. ഞാൻ വായിച്ചുകൊണ്ടേയിരുന്നു, എനിക്കറിയാവുന്നത് മുഴുവൻ വായിച്ചു കഴിഞ്ഞു, ഞാൻ നിർത്തി. അപ്പോൾ കാഞ്ചി മഹാപേരിയവ എന്ന് പറയും, ചന്ദ്രശേഖരൻ്റെ സരസ്വതി, അദ്ദേഹമാണ്. അദ്ദേഹം തമിഴിൽ പറഞ്ഞു വാശി എന്ന് വെച്ചാൽ വായിക്കുക. അപ്പം ഞാൻ വീണ്ടും വാശി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വാശി. വീണ്ടും ഞാൻ വായിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വാശി എന്ന് വായിച്ചാൽ ശിവ എന്നാണ് വരുന്നത്. അങ്ങനെ ഞാൻ ശിവ എന്ന് വായിക്കാൻ തുടങ്ങി. അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സ്വാമിജിക്കും സന്തോഷമായി. അങ്ങനെ ഞാൻ പിന്നെ ഈ തേവാരം ഇതുപോലത്തെ കൃതികളിലേക്കൊക്കെ പോയി. ഇത്രയും വിക്കു വിനായക് റാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കാൽഭാഗം തർജ്ജമ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം തമിഴ് അറിയാവുന്നവരും കോഴിക്കോട് കുറച്ച് പേരുണ്ടാവും, അവർക്ക് ഈ തട്ടിപ്പ് മനസ്സിലാവും. അതുകൊണ്ട് കുറച്ച് പോർഷൻ ശിവനെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് ഒട്ടും പിടിക്കുന്നില്ല, എന്നാലും തർജ്ജമ ചെയ്ത് തർജ്ജമക്കാരനെ ചുമതല എന്നുള്ള നിലയ്ക്ക്. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ കുറേ വലിയ വാക്കുകളൊക്കെ അതിനകത്ത്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി, അർത്ഥശൂന്യമായ ഇംഗ്ലീഷ്, വലിയ വാക്കുകളാണ് നമ്മുടെ ശശി തരൂരിനെ പോലെ. ഇതിങ്ങനെ ആകാശത്തിലേക്ക് എറിയുക. ഇതെന്താണെന്നൊരു സ്ത്രീ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രോബബ്ലി ഐ മേ ബി റോങ്, വാട്ട് ഐ മെൻറ്റ് വാസ് ഐ ഡോണ്ട് റിമെമ്പർ, ഐ ആം നോട്ട് ഹോൾഡിങ് ടു മൈ വേർഡ്സ്, ഇങ്ങനെയൊക്കെ പറയുക. ഇങ്ങനെയുള്ള ഒരു അലമ്പൂസ് കച്ചറയാണ് TM കൃഷ്ണ. ഞാൻ ഇത്രയും കലായുള്ള കച്ചേരിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കേൾക്കാനൊക്കെ കൊള്ളാം. അസാമാന്യമായ അപസ്മാരമൊക്കെ കാണിക്കുകയും ചെയ്യുക. അതും വേണമെങ്കിൽ കാണിച്ചോട്ടെ. ഈ കയ്യും കാലും എടുത്തു കഴിഞ്ഞാൽ ശേഷാചാരിയോ അല്ലെങ്കിൽ ശമ്പാങ്കുടി ശ്രീനിവാസയരോ കുറഞ്ഞ പക്ഷം ഒരു വൈക്കം വാസുദേവൻ നായരോ ആകാമല്ലോ കൈ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആകുന്നെങ്കിൽ ചെറുക്കനെ ആയിപ്പോട്ടെ എന്നൊക്കെ വിചാരിച്ച് എന്നെ പോലുള്ളവർ ഇത് സഹിക്കുകയാണ്. പക്ഷേ ഇത് കയറി സംഗീത കലാനിധി അവാർഡ്, പിന്നെ അത് വീട്ടുകാരുടെ അവാർഡാണ്. കുറേ കാലമായി അവരിങ്ങനെ ഈ വലിയ തറവാടുകളൊക്കെ ക്ഷയിച്ചു പോകുമല്ലോ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ പിടിയിൽപ്പെട്ട് കാശുമൊക്കെ വാങ്ങിച്ച് അങ്ങനെ കർണാടക സംഗീതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊക്കെ കർണാടക സംഗീതം നശിച്ചു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ത്യാഗരാജനുണ്ടാക്കിയ സമ്പത്ത് ഈ ഒരു കൃഷ്ണ വിചാരിച്ചു കഴിഞ്ഞാൽ നശിക്കാൻ പോവുകയാണ്.
എത്ര വർഷമായി എത്രയൊക്കെ പേര് എന്തെല്ലാം ചെയ്തു. കഥകളി നശിപ്പിക്കാൻ നോക്കി, നശിച്ചില്ല. ഭരതനാട്യം നശിപ്പിക്കാൻ നോക്കി, വരേണ്യവർഗത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു. വരേണ്യവർഗം വഴക്കിനൊന്നും പോയില്ല, അവർ പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അനുസ്യൂതമായിട്ട് നിരന്തരമായിട്ട് ഒരു സാംസ്കാരിക ധാര പോലെ കർണാടക സംഗീതം ഒഴുകിക്കൊണ്ടിരിക്കും. TM കൃഷ്ണനെ പോലെ താൽക്കാലികമായ ചില കുമിളകൾ ചില പൊട്ടലും ചീറ്റലും ഒക്കെ കാണിക്കും. താങ്ക് യു.